സമയം ദൈവസന്നിധിയിൽ ധ്യാനിക്കാനുള്ള സമയമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ് 17-ാം സങ്കീർത്തനം. 17-ാം സങ്കീർത്തനം ഒരു പ്രാർത്ഥനയുടെ സങ്കീർത്തനമാണ്. 17-ാം സങ്കീർത്തനം വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ 17-ാം സങ്കീർത്തനം. താൻ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ശൗൽ തന്നെ കൊല്ലുവാൻ അന്വേഷിച്ചുകൊണ്ട് തന്നെ പിന്തുടരുന്ന സമയത്ത് എഴുതിയതാണ് എന്നുള്ള ഒരു പശ്ചാത്തലം അതിൻ്റെ പുറകിലുണ്ട്. അതിൻ്റെ മുകളിൽ അതിനെക്കുറിച്ച് ഹെഡിങ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ചരിത്രം 1 ശമൂവേൽ 27-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ്. പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്, കർത്താവേ, ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്നെ വിടുവിക്കണമേ. ദാവീദിനെ രക്ഷിക്കാൻ മാനുഷ്യമായിട്ട് ആരുമില്ലായിരുന്നു. തന്നെ വിടുവിക്കുവാൻ മറ്റൊരു കരങ്ങളും അനുകൂലമായിട്ടില്ലായിരുന്നു. എല്ലാവരും തനിക്കെതിരായി താൻ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ, കുറച്ചു പേരുമായിട്ട് താൻ ഓടിപ്പോകുന്ന സാഹചര്യത്തിൽ, തന്നെ മാത്രം ലക്ഷ്യം വെച്ച് ശൗൽ പിന്തുടരുന്ന സമയത്തിൽ തന്നെ കൊല്ലുവാൻ, തന്നെ അന്വേഷിച്ച് എവിടാണെന്ന് അന്വേഷിച്ചുകൊണ്ട് താൻ എവിടെ പോയാലും ഒളിച്ചാലും തന്നെ പിടിക്കുമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടെ ശൗൽ പിന്തുടരുമ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ആ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട 17-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി ന്യായം, യഹോവേ ന്യായത്തെ കേൾക്കണമേ. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ഈ 3 കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഒരു വേദചിന്തകൻ ഡോക്ടർ ഡിലാനി ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: യോനാഥാനുമായി വേർപിരിഞ്ഞ ശേഷം ദാവീദ് ഇത് എഴുതി എന്നുള്ളൊരു ചിന്ത ഇതിനകത്തുണ്ട്. മാത്രമല്ല, ദാവീദ് എൻഗദി ദുർഗങ്ങളിൽ പാർക്കുമ്പോൾ ഇത് രചിച്ചു എന്ന് ചില വേദപണ്ഡിതന്മാർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അറബി ബൈബിളിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഒരു പൂർണ്ണ മനുഷ്യൻ്റെ, ക്രിസ്തുവിൻ്റെ തന്നെ അല്ലാത്ത പക്ഷം അദ്ദേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരാളുടെ പ്രാർത്ഥന എന്ന ശീർഷകം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പ്രാർത്ഥനയുടെ സങ്കീർത്തനമാണ്, പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. പ്രാർത്ഥിക്കാൻ താൻ ഒരു മനസ്സുള്ളൊരു വ്യക്തിയായിരുന്നു ദാവീദ്. താൻ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. തനിക്ക് കഷ്ടങ്ങളൊക്കെ നേരിടുമ്പോൾ, പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ, പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോൾ ദാവീദ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന്. മറ്റു മാർഗങ്ങളൊന്നും തേടിപ്പോകുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ദാവീദ്. തൻ്റെ കഷ്ടതയുടെ നടുവിലൊക്കെ താൻ പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടവും പ്രയാസവും ഒക്കെ വരുമ്പോൾ മറ്റനവധി മാർഗങ്ങൾ മുൻപിൽ കാണാം. എന്നാൽ ആ മാർഗങ്ങളൊക്കെ മാറ്റിവെച്ച് നാം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടാകണം, പ്രാർത്ഥിക്കുന്ന ശീലം. ദാവീദ് എപ്പോഴും മനസ്സ് തുറന്ന് തെറ്റുകളെ ഏറ്റുപറയാൻ കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. തൻ്റെ പാപത്തെക്കുറിച്ച് ഏറ്റുപറയുന്നൊരു സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയും. ഈ 17-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭത്തിൽ 3 കാര്യങ്ങൾ തൻ്റെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്നു. ഒന്ന്, ന്യായം. തൻ്റെ പക്ഷത്തൊരു ന്യായമുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു ന്യായമുണ്ടായിരിക്കണം. നിന്റെ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് കാണുന്ന പോലെയല്ല. അതിൽ ഒരുപക്ഷെ പുറമേ പലരും വിധിക്കാൻ കാണും. നീ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പലരും നിന്നെ വിധിക്കുമ്പോൾ നിന്റെ മനസാക്ഷിയിൽ നിനക്കൊരു ന്യായമുണ്ടായിരിക്കണം. നീ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കുമ്പോൾ അതിൽ എൻ്റെ ഭാഗത്തൊരു ന്യായമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നൊരു ദൈവമുണ്ട്. പുറമേ പലരും വിധിച്ചേക്കാ, നിന്നെ കുറിച്ച് പലരും വിധി എഴുതിയേക്കാ. എന്നാൽ ആ വിധികളെ കുറിച്ചൊന്നും നീ ഭാരപ്പെടണ്ട. നിന്റെ മനസ്സ് ശുദ്ധമാണോ? നീ ദൈവസന്നിധിയിൽ ന്യായമുള്ളൊരു വ്യക്തിയാണോ? നിന്റെ പ്രാർത്ഥനയ്ക്കൊരു ന്യായമുണ്ടോ? നീതിയോടെ വിധിക്കുന്നൊരു ദൈവമുണ്ട്. അല്ലെ, ന്യായമല്ലാത്തൊരു പ്രാർത്ഥനയും ദൈവം കേൾക്കില്ല. ദൈവം നീതിമാനാണ്, ന്യായത്തോടെ വിധിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത്, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ ഭാഗത്ത് ന്യായമുണ്ടായിരിക്കണം. രണ്ടാമതായി അവൻ്റെ പ്രാർത്ഥനയിൽ ഒരു നിലവിളി ഉണ്ടായിരിക്കണം. നിലവിളി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നില വിട്ട് വിളിക്കുന്നതാണ് നിലവിളി എന്ന് പറയുന്നത്. നിനക്കൊരു നിലയുണ്ട്, നാം എപ്പോഴും പറയാറില്ലേ, നമുക്കൊരു വിലയും നിലയുണ്ടെന്ന്. ആ നില വിട്ട് വിളിക്കുന്ന മണ്ഡലത്തിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. നിന്റെ പൊസിഷനുകളെ മറന്ന്, നിന്റെ ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥാനമാനങ്ങളെ മറന്ന് അപ്പാ എന്ന് നിലവിളിച്ച് എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നീ വരുന്നെങ്കിൽ ആ നിലവിട്ട് വിളിക്കുന്ന ആ ഭക്തനു വേണ്ടി ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ!
ഇന്ന് പകൽ നിലവിട്ട് വിളിക്കാൻ ആര് തയ്യാറാണ്? അന്ന ആലയത്തിനകത്ത് വന്ന് ഹല്ലേലൂയ, താൻ ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിച്ചു. പുരോഹിതൻ പറഞ്ഞു, ഇവൾക്ക് മത്ത് പിടിച്ചതുപോലെ, ലഹരി പിടിച്ച സ്ത്രീയെ പോലെ ഇവൾ വിലപിക്കുന്നു, കരയുകയാണല്ലോ. എന്നാൽ അവൾ പറഞ്ഞു, അല്ല, ഞാൻ എൻ്റെ സങ്കടം എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ കരയുകയാണ്. ഇന്ന് പകൽ ഈ ആലയത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, നിലവിട്ട് വിളിക്കാൻ തയ്യാറാണെങ്കിൽ നീ വെറുതെ ഇവിടുന്ന് മടങ്ങത്തില്ല. ഒരു ഉത്തരം ഇപ്പോൾ തന്നെ, ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ തന്നെ ഒരു ഉത്തരമുണ്ട്. അടുത്ത പ്രാവശ്യം മറുപടിയുമായിട്ട് ഈ ആലയത്തിൽ കാല് ചവിട്ടുന്നത് വെറുതെ കാല് ചവിട്ടാനല്ല, മറുപടിയുമായിട്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ, നിന്റെ പൊസിഷൻ മറന്നൊന്ന് നിലവിട്ട് വിളിക്ക്. ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ എന്ന് നിലവിളിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. മൂന്നാമത്, കപടമില്ലാത്ത അധരം. ഈ നാവുണ്ടല്ലോ, നാവ് സകലത്തിൻ്റെയും ഹല്ലേലൂയ കാരണമാണ് നാവ്. നാവ് കൊണ്ട് വലിയ അഗ്നി കത്തിക്കാൻ കഴിയും. നാവ് കൊണ്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങാൻ പറ്റും. നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ അപകടമാണ്. കപടമില്ലാത്ത അധരം നമുക്കുണ്ടായിരിക്കാം. ഈ നാവ് കൊണ്ട് പരദൂഷണം പറയാനോ, നാവ് കൊണ്ട് തെറ്റ് ചെയ്യാനോ, നാവ് കൊണ്ട് കള്ളം പറയാനോ, നാവ് കൊണ്ട് ഹല്ലേലൂയ ഒരാൾക്കെതിരെ പ്രവർത്തിക്കാനോ അല്ല. നാവ് വളരെ ശക്തിയുള്ളൊരായുധമാണ്. നാവിനെ നാം മെരുക്കി നിർത്തിക്കൊണ്ട് ഹല്ലേലൂയ ദാവീദ് പറയുക, എൻ്റെ അധരത്തിൽ ഒരു കപടം വന്നിട്ടില്ല. ഹല്ലേലൂയ, നാവിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ഒരു കടിഞ്ഞാണിടണമെന്ന് പകൽ നിന്റെ നാവ് കൊണ്ട്, നിന്റെ നാക്ക് കൊണ്ട്, നിന്റെ സംസാരം കൊണ്ട്, നിന്റെ അധരം കൊണ്ട് എന്തെങ്കിലും മുറിവേറ്റിട്ടുണ്ടോ ആർക്കെങ്കിലും? നിന്റെ അധരം കൊണ്ട് ഒരാളെ തകർക്കാനും കഴിയും, ഒരാളെ ജീവിപ്പിക്കാനും കഴിയും. ഈ നാവ് വലിയ ഹല്ലേലൂയ പ്രശ്നക്കാരനാണ്. അതിനെ നിയന്ത്രിച്ചു നിർത്തണം. അങ്ങനെയുള്ള നിയന്ത്രണത്തിന് അതീതമായ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഏറ്റുപറ ഹല്ലേലൂയ. ദാവീദ് പറയുക, കപടമില്ലാത്തൊരു അധരം എനിക്കുണ്ട്. എൻ്റെ അധരത്തിനകത്തൊരു കപടം വന്നിട്ടില്ല. മനസാക്ഷിയിൽ നിന്ന് പറയാൻ പറ്റുമോ? പ്രാർത്ഥിക്കുന്ന ഭക്തന് മനസാക്ഷിയിൽ നിന്ന് പറയാൻ പറ്റുമോ? കപടമില്ലാത്തൊരു അധരം എനിക്കുണ്ട്, കപടമില്ലാത്തൊരു അധരം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഈ മൂന്ന് കാര്യങ്ങളാണ് ദാവീദിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത. താഴോട്ട് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണാൻ കഴിയും. അതിൻ്റെ ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം കാണാൻ കഴിയും, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉറങ്ങുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ നടുവില് ഹല്ലേലൂയ എന്തെല്ലാം സംഘർഷഭരിതമായ പ്രതിസന്ധികൾ, ഹല്ലേലൂയ ഹല്ലേലൂയ എന്തെല്ലാം പ്രശ്നം വന്നാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ഞാൻ ഉണരുമ്പോൾ അവന്റെ മുഖം കാണും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ നായകനെ നാം കാണും. കഷ്ടതയും വേദനയും ദുഃഖങ്ങളും ഇല്ല നാട്ടിൽ, അവനോട് ഒരുമിച്ച് നാം വസിക്കും. ഹല്ലേലൂയ. ഈ കഷ്ടതയൊക്കെ മാറും, ഈ പ്രശ്നങ്ങളൊക്കെ മാറും. ഹല്ലേലൂയ. വേദനയുടെ രാത്രിയാണെങ്കിൽ ഒരു ഉണർത്തെഴുന്നേൽക്കുന്ന ഒരു പകലുണ്ട്. ഹല്ലേലൂയ. നീതിയിൽ അവന്റെ മുഖത്തെ കാണുന്ന ഒരു ഉയർപ്പിൻ സുപ്രഭാതമുണ്ട്. ഹല്ലേലൂയ. ഈ കഷ്ടതകളൊക്കെ തീരുന്ന അങ്ങ് ചെല്ലുമ്പോഴാ കേട്ടോ. ഈ ദുഃഖങ്ങളൊക്കെ പൂർണ്ണമായി തീരുന്നത് അങ്ങ് ചെല്ലുമ്പോഴാ. നമുക്ക് ആ ഒരു പ്രത്യാശയുണ്ട്. നീതിയിൽ അവന്റെ മുഖത്തെ കാണുക. ഞാൻ ഉണരുമ്പോൾ ഇന്ന് പകൽ നിന്റെ ജീവിതം കൂടെ അസ്തമിച്ചാൽ ഹല്ലേലൂയ കർത്താവിന്റെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ അവന്റെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അതൊരു ഭക്തന്റെ പ്രത്യാശയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുറന്ന് കൊയർ പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശത്രുവിനെ പേടിക്കണ്ട, പ്രതിസന്ധിയെ പേടിക്കണ്ട. രാജാതി രാജാവ് ഇവിടെ വന്നിട്ടുണ്ട്, കർത്താതി കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. സകല പ്രശ്നങ്ങളും മറന്ന് കരങ്ങളെ അടിച്ച് അതരം തുറന്ന് ദൈവത്തെ ആരാധിക്കുക.